അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്നും എന്നോടെന്ന പോലെ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അവനെ സൂക്ഷിച്ച് ജീവിക്കാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനിലെ 21-ാമത്തെ അധ്യായം സൂറത്തു അംബിയ, അതിലെ ആയത്തുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയാണ് ഇൻഷാ അല്ലാഹ് ഈ ക്ലാസ്സിൽ 78 മുതൽ 80 വരെയുള്ള ആയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നടക്കുന്നത്. മഹാനായ ദാവൂദ് നബിയുടെയും മകൻ സുലൈമാൻ നബിയുടെയും അലൈഹിമുസ്സലാം അവരുടെ ചരിത്രമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇതിനകത്ത് തുടങ്ങിയിട്ടുള്ളത്. അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു ഹിക്മത്തും നമുക്കിതിൽ കാണാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു ഹദീസ് ഉണ്ട്. عن عائشة زوج النبي صلى الله عليه وسلم قالت لم أعقل أبوي إلا وهما يديان الدين ولم يمر علينا يوم إلا يأتينا فيه رسول الله صلى الله عليه وسلم തുറഫ് എഴുതുക. ഹദീസ് വലിയ ഹദീസാണ്, സുദീർഘമായ ഹദീസാണ്. എഴുതണമെങ്കിൽ എഴുതാൻ ഷെയർ ചെയ്താൽ ആദ്യം കുറച്ച് നേരത്തെ എഴുതി വെച്ചാൽ മതി. വാട്സാപ്പിലുണ്ട്. إلا يأتينا في رسول الله صلى الله عليه وسلم طرف النهار بكرة وعشية ثم بلغني أبي بكر فأبتني مسجدا بفناء الدار فكان يصلي فيه ويقرأ القرآن فيكف عليه النساء المشركين وأبناؤهم يعجبون منه وينظرون إليه وكان أبو بكر رجلا بكاء لا يملك عينيه إذا قرأ القرآن فأفزع ذلك أشراف قريش من المشركين. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ, എനിക്ക് ബുദ്ധി ഉറച്ചതു മുതൽ ഇസ്ലാം മതം അനുഷ്ഠിക്കുന്നവരായിട്ടല്ലാതെ എൻ്റെ മാതാപിതാക്കൾ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മാതാപിതാക്കൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമ്മു റുമാന, ഞാൻ കണ്ടിട്ടില്ല അവരെ എങ്ങനെ എല്ലാ പകലിന്റെയും രണ്ടറ്റമായ പ്രഭാതത്തിലും വൈകുന്നേരവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങളുടെ വീട്ടിൽ വരാറുണ്ടായിരുന്നു. അനന്തരം വീടിന്റെ മുറ്റത്ത് ഒരു പള്ളി നിർമ്മിക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു തീരുമാനിച്ചു. അദ്ദേഹം ഖുർആൻ ഉറക്കെ ഓതിക്കൊണ്ട് അതിൽ വെച്ച് നമസ്കരിക്കും. അബൂബക്കറിനെ വീക്ഷിച്ചുകൊണ്ടും പാരായണം ആകർഷിച്ചുകൊണ്ടും മുശ്രിക്കുകളുടെ സ്ത്രീകളും കുട്ടികളും അവിടെ ഒരുമിച്ച് കൂടും. ഖുർആൻ ഓതുമ്പോൾ തൻ്റെ ഇരു നേത്രങ്ങളെയും നിയന്ത്രിക്കാൻ സാധിക്കാതെ കൂടുതൽ കരയുന്ന പ്രകൃതമായിരുന്നു അബൂബക്കറിൻ്റെത്. മുശ്രിക്കുകളായ ഖുറൈശി നേതാക്കന്മാർ വരെ ഇത് പരിഭ്രമിച്ചു എന്ന് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന 476-ാമത്തെ ഹദീസിൽ കാണാം. ഖുർആനിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട് എന്നത് ഈ ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. സത്യനിഷേധികളായ ആളുകൾ വരെ അകന്നു നിൽക്കുകയും എന്നാൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് കേട്ടാൽ ഓടി അകലുകയില്ലായിരുന്നുവെങ്കിൽ അവരെല്ലാം വിശുദ്ധ ഖുർആനിന്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരാകുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പാരായണ രീതിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് വിശദീകരിക്കുന്നത്. സ്വഹാബി വര്യന്റെ പാരായണം കേട്ടാൽ മുശ്രിക്കുകളായ ആളുകൾ പോലും കുട്ടികളും അവിടെയുള്ള സമീപവാസികളായ ആളുകളൊക്കെ വന്ന് അത് കേൾക്കുമായിരുന്നു. അത്രമേൽ മനോഹരമായി പാരായണം ചെയ്യുമായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിലൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ അത് വളരെ മനോഹരമായി പാരായണം ചെയ്യണമെന്ന് നമ്മളെ പഠിപ്പിച്ചു നൽകുകയാണ്. അതിന്റെ സ്വരമാധുര്യം ഖുർആൻ പാരായണത്തിൽ നമുക്ക് കൃത്യമായി ഉണ്ടാകണമെന്ന് അവിടെ നിന്ന് പഠിപ്പിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ഖുർആനിന്റെ പാരായണത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്യുമ്പോൾ നേത്രങ്ങൾ നനയുമായിരുന്നു. ചില വചനങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാരായണം ചെയ്താൽ അത് പൂർത്തിയാക്കാതെ നിർത്തുമായിരുന്നു. അതിനെപ്പറ്റി ആലോചിക്കുമായിരുന്നു. ഒരിക്കൽ ഒരു പ്രസിദ്ധമായ ഒരു ഹദീസിന്റെ സുദീർഘമായ ഒരു ഹദീസിന്റെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സൂറത്ത് ഫാത്തിഹ പാരായണം ചെയ്യും. നമസ്കാരത്തിൽ കൈ കെട്ടിക്കൊണ്ടാണ് പാരായണം ചെയ്യുന്നത്. എന്നാൽ അവിടുന്ന് മാലിക് യൗമുദ്ദീൻ എന്ന് പാരായണം ചെയ്യുമ്പോൾ സ്വഹാബി വര്യന്റെ ശബ്ദം ഇടറുമായിരുന്നു. അത് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. ഒരുപാട് സമയം ആ ഒരു പാരായണം മാലിക് യൗമുദ്ദീൻ എന്ന് ആവർത്തിക്കുമായിരുന്നു. പ്രതിഫല ദിവസത്തിനെ പറ്റി ആലോചിച്ച് അവിടെ നിന്ന് ഖുർആനിന്റെ വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ ഇരു കണ്ണുകളും നിറയുമായിരുന്നു. സ്വഹാബിമാരെല്ലാവരും അങ്ങനെ തന്നെ. ഉമർ റളിയല്ലാഹുവിന്റെ ചരിത്രത്തിലും ചരിത്രത്തിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. സ്വഹാബി വര്യൻ ഒരു ഇന്ന അദാബ റബ്ബിക ലവാഖിഅ, ആ ഒരു വചനം, നിന്റെ രക്ഷിതാവിന്റെ ശിക്ഷ അത് സത്യമാണ്, അത് ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും എന്നൊരു വചനം കേട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു മാസക്കാലം പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു. അത് ആലോചിച്ച് കരഞ്ഞ് അതിനെപ്പറ്റി ചിന്തിച്ച് ഇരിക്കുമായിരുന്നു. അതേപോലെ തന്നെ സ്വഹാബാക്കളുടെ ഖുർആൻ പാരായണ രീതികളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു ആയത്ത് പഠിക്കാൻ അവർ ദിവസങ്ങൾ എടുക്കുമായിരുന്നു. അതിനെപ്പറ്റി ആലോചിച്ച് അതിനെ ചിന്തിച്ച് അതിൻ്റെ ഓരോ വാക്കുകളും ചിന്തിച്ച് അതിൽ ഓരോ ഭാഗവും ചിന്തിച്ച് അവർ അങ്ങനെയാണ് ഖുർആൻ പഠിച്ചിരുന്നത്. അതിനോട് അത്രമേൽ ഗൗരവം കാണിച്ചിരുന്നെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആൻ വഅല്ലമ. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായ ആളുകൾ ഈ ഭൂമിയിൽ കുറേ ആളുകളുണ്ട്. ആ ആളുകളുടെ കൂട്ടത്തിൽ എല്ലാം ഉത്തമരായ ആളുകൾ മൻ തഅല്ലമൽ ഖുർആൻ, ആരാണോ അത് പഠിക്കുന്നത്, വഅല്ലമഹു, അത് പഠിപ്പിക്കുന്നവരുമാണ്. അവർ മാത്രം അതിൽ അവിടെ പ്രവാചകൻ മൊത്തത്തിൽ അവരെ കൊണ്ട് ഫോക്കസ് ചെയ്തത് ആ ഒരു മേഖലയിലാണ്. ഖുർആൻ പഠിക്കുന്നവരുടെ മേഖലയിലാണ് അതിനെ ഫോക്കസ് ചെയ്തതായിട്ട് കാണാൻ. അപ്പൊ അതുകൊണ്ട് ഖുർആൻ പഠിക്കുന്ന വിഷയത്തിലും അത് പാരായണം ചെയ്യുന്ന വിഷയത്തിലും നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തണമെന്ന് മറ്റു ഹദീസുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അതിനോടൊപ്പം ചേർത്ത് വെക്കണം. ഖുർആനിന്റെ ഒരറ്റം നമ്മുടെ കയ്യിലും ഒരറ്റം അള്ളാഹുവിന്റെ കയ്യിലുമാണ്. അതിനെ ആരാണോ മുറുകെ പിടിക്കുന്നത് അവർക്കാണ് സ്വർഗത്തിലേക്ക് നടന്നു നീങ്ങാൻ വേണ്ടി പറ്റുക എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ഖുർആൻ പഠനത്തിന്റെ വിഷയത്തിൽ, അത് വായിക്കുന്ന വിഷയത്തിൽ, അത് അതിൻ്റെ ആയത്തുകളെ പറ്റി ചിന്തിക്കുന്ന വിഷയത്തിൽ നല്ല ശ്രദ്ധ നമുക്കുണ്ടാകണം. ഓരോ ആയത്തുകളും കൃത്യമായി പഠിക്കാൻ, അതിൻ്റെ ആഴത്തിലെ അർത്ഥം മനസ്സിലാക്കുവാനും അതിനെപ്പറ്റി ചിന്തിക്കുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന് ആമുഖമായി കൂട്ടിച്ചേർക്കുകയാണ്. അല്ലാഹു അത്തരത്തിലുള്ള നല്ല ആളുകളിൽ നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സൂറത്തുൽ അംബിയാഇന്റെ 78, 79, 80 വചനങ്ങളാണ് നമ്മൾ പാരായണം പഠിക്കുന്നത്. അതും അതിൻ്റെ അർത്ഥവും ആണ് നമ്മൾ പറയുന്നത്. ആദ്യം പാരായണം ചെയ്ത് പാരായണം ചെയ്യുന്നത് അത് ലാസ്റ്റാണോ ചെയ്യുന്നത്? ലാസ്റ്റ് തീരും പാരായണം തീർക്കും. 78ാമത്തെ വചനം, വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാനി ഫിൽ ഹരിഥി ഇദ് നഫശത ഫീഹി അനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം
ഷാഹിദീൻ. ദാവൂദിനെയും പുത്രൻ സുലൈമാനെയും ഓർക്കുക. ഒരു ജനവിഭാഗത്തിന്റെ ആടുകൾ വിളയിൽ കടന്ന് മേഞ്ഞ പ്രശ്നത്തിൽ അവർ രണ്ടുപേരും വിധി കൽപ്പിക്കുന്ന സന്ദർഭം അവരുടെ വിധിക്ക് നാം സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നു എന്ന് അള്ളാഹു പറയുകയാണ്. فَفَهَمْنَاهَا سُلَيْمَانَ وَكُلًّا آتَيْنَا حُكْمًا وَعِلْمًا وَسَخَّرْنَا مَعَ دَاوُودَ الْجِبَالَ يُسَبِّحْنَ وَالطَّيْرَ وَكُنَّا فَاعِلِينَ. അപ്പോൾ സുലൈമാനിന് നാം ആ പ്രശ്നം ഗ്രഹിപ്പിച്ചു. അവർ ഇരുവർക്കും നാം വിധികർത്തൃത്വവും വിജ്ഞാനവും നൽകിയിരുന്നു. ദാവൂദിനോടൊപ്പം കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന നിലയിൽ പർവ്വതങ്ങളെയും പക്ഷികളെയും നാം കീഴ്പ്പെടുത്തി കൊടുത്തു. നാമായിരുന്നു അതെല്ലാം നടപ്പാക്കിക്കൊണ്ടിരുന്നത്. وَعَلَّمْنَاهُ صُنْعَةَ لَبُوسٍ لَكُمْ لِتُحْصِنَكُمْ مِنْ بَأْسِكُمْ فَهَلْ أَنْتُمْ شَاكِرُونَ. നിങ്ങൾ നേരിടുന്ന യുദ്ധവിപത്തുകളിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുവാനായി നിങ്ങൾക്ക് വേണ്ടിയുള്ള പടയങ്കിയുടെ നിർമ്മാണവും അദ്ദേഹത്തെ നാം പഠിപ്പിച്ചു. എന്നിട്ട് നിങ്ങൾ നന്ദിയുള്ളവരാണോ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. ഒന്നാമത്തെ ആയത്തിന്റെ അർത്ഥത്തിന്റെ ഒരു സാരാംശം ചെറിയ രൂപത്തിൽ നിന്ന് പറഞ്ഞ വിശദീകരണത്തിലേക്ക് വരാം. വദാവൂദ, അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വദാവൂദ വസുലൈമാൻ, ദാവൂദിനെയും സുലൈമാൻ നബിയെയും ഓർക്കുക. വദാവൂദ വസുലൈമാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പ്രവാചകന്മാരെ പറയുമ്പോൾ അങ്ങനെയാണ് പറയാറ്. ഇബ്രാഹിമ എന്നൊക്കെ, ഇബ്രാഹിമിനെ ഓർക്കുക, അല്ലെങ്കിൽ ആ ഒരു സന്ദർഭം പറയാൻ വേണ്ടി. വദാവൂദ വസുലൈമാൻ, ദാവൂദിനെയും സുലൈമാനെയും ഓർക്കുക. ഇത് യഹ്കുമാനി, അവർ വിധി കൽപ്പിക്കുന്ന ഒരു സന്ദർഭം. ഹിക്മ, ഒരു ഹിക്മത്ത് അവിടെ പ്രയോഗിച്ച, അല്ലെങ്കിൽ അവിടെ ഒരു ഹാക്കിമായ ഒരു സന്ദർഭം, വിധി കൽപ്പിക്കുന്ന ഒരു സന്ദർഭം. ഫിൽ ഹരിഫി, എന്തിലാണ്? ഒരു വിളയിൽ ഒരു പ്രശ്നം നടക്കുകയാണ്. അവിടെ ഒരു വിള കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ടായി. ആ ഒരു പ്രശ്നത്തിൽ നടത്തിയ വിളയുടെ കാര്യത്തിൽ ഇത് നഫശത്ത് എന്ന് പറയുമ്പോൾ രാത്രി കടന്നു മേഞ്ഞപ്പോൾ ഫീഹി അതിൽ അനമൽ ഖൗമി, ജനങ്ങളുടെ ആടുകൾ. അനമ് ആടാണ്, ഖൗമ് ജനങ്ങൾ. സ്പീഡാണോ? ഒന്ന് ഏതാണ് കിട്ടാത്ത വാക്ക് ചോദിച്ചാൽ പറയും. ഏതാണ്? ദാവൂദ വസുലൈമാൻ, ദാവൂദ് നബിയും സുലൈമാൻ നബിയും ഓർക്കുക. ഇത് യഹ്കുമാനി, അവർ രണ്ടുപേരും വിധിച്ച സന്ദർഭം. ഫിൽ ഹരിഫി, വിളയുടെ കാര്യത്തിൽ. ഇത് നഫശത്ത്, രാത്രി അവർ കടന്നു മേഞ്ഞപ്പോൾ. ഫീഹി, അതിൽ. ഏതിൽ? അനമുൽ ഖൗമി, ജനങ്ങളുടെ ആടുകൾ. അനമ് ആട്, ഖൗമ് ജനങ്ങളുടെ ആടുകൾ. വകുന്ന, നാം ആയിരുന്നു. ലിഹുക്കുമിഹിം, അവരുടെ വിധിക്ക്. ലിഹുക്കുമിഹിം എന്ന് പറഞ്ഞാൽ അവരുടെ വിധിക്ക്. ഷാഹിദീൻ, സാക്ഷികൾ. അപ്പോ അവിടെ ഒരു സംഭവം ഉണ്ടായി, വലിയൊരു പ്രശ്നം ഉണ്ടായി നമ്മൾ അതിൽ മനസ്സിലാക്കി. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബിയും രണ്ടുപേരും ഒരു വിധി പറയുന്നുണ്ട്. ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ, ആളുകൾ കയറി മേഞ്ഞൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അവിടെ വിധി പറയുന്ന ഒരു സന്ദർഭമാണ് കാണുന്നത്. മൂന്നായത്തിന്റെ വാക്കർത്ഥം പറഞ്ഞിട്ട് മുഴുവനായിട്ട് വിശദീകരിക്കും. സംശയം. ഷാഹിദീൻ എന്ന് പറയും. ഷാഹിദീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാഹിദീൻ ഇരട്ടിപ്പിച്ചു. നാം അല്ലാഹു തആല പറയുന്നല്ലേ? അല്ലാഹു തആല പറയുന്നത്
ഷാഹിദീൻ നാം സാക്ഷ്യം വഹിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. സാക്ഷികളാണ് അർത്ഥം. സാക്ഷികൾ ബഹുവചനമാണ്. ഷാഹിദ് സാക്ഷി. ആരാണ് സാക്ഷ്യം വഹിക്കുന്നത്? അള്ളാഹുവാണ് സാക്ഷ്യം വഹിക്കുന്നത്. അപ്പോൾ സാക്ഷികൾ ബഹുവചനം വന്നത് അള്ളാഹു ഖുർആനിൽ അങ്ങനെയാണ് പറഞ്ഞത്. ഷാഹിദീൻ അള്ളാഹു നാം എന്നല്ലേ ഉദ്ദേശിക്കും. ചില സ്ഥലങ്ങളിൽ അള്ളാഹു ഞാൻ എന്ന് ഉദ്ദേശിച്ച സ്ഥലങ്ങൾ എനിക്ക് പരിചയമില്ല എവിടെയാണെന്ന് ഖുർആനിൽ. എപ്പോഴും അള്ളാഹുവിൻ്റെ ഇതിനെ ജന്മാക്കിയാണ് അവർ ഇതിനെ അതിൻ്റെ ഭാഷാപരമായ അർത്ഥത്തിലേക്ക് അവർ അള്ളാഹുവിൻ്റെ ഒരു വിധി. അള്ളാഹു സാക്ഷിയായെന്നിടത്ത് അള്ളാഹുകൾ സാക്ഷിയാവുകയും അള്ളാഹുവല്ലേ സാക്ഷിയാവും. അവിടെ ഖിലാസിൽ നമ്മുടെ ഏകത്വം ഉറപ്പിക്കാനാണ്. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രയോഗമാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയില്ലേ? ഷാഹിദീൻ നാം എന്ന് പറഞ്ഞില്ലേ, നാം അവിടെ ഞാൻ എന്നല്ലേ ഉദ്ദേശിച്ചു. നാം ഷാഹിദീൻ സാക്ഷി. ഷാഹിദ് സാക്ഷി. ഷാഹിദാനി രണ്ട് സാക്ഷികൾ. ഷാഹിദീൻ സാക്ഷികൾ. സാക്ഷികൾ എന്ന് ജമാക്കി പറയാം. ഫഫഹംനാഹ സുലൈമാൻ. ഫഫഹംനാഹ എന്നിട്ട് നാം അതിനെ ഫഹിം നടത്തി, ഗ്രഹിപ്പിച്ചു. ഫഹിം മനസ്സിലാക്കി കൊടുത്തു, അതിനെ ഗ്രഹിപ്പിച്ചു. ഇതിനെ സുലൈമാൻ നബിക്ക് പറഞ്ഞു, ഗ്രഹിപ്പിച്ചു. വകുല്ല അവിടെ വകുല്ലൻ എന്നവിടെ നിർത്തുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന അങ്ങനെയാണ്. നിങ്ങൾ ഖുർആന്റെ ആയത്ത് ഇങ്ങനെ പറയുമ്പോൾ അവസാനത്തെ വാക്കായിട്ട് ഇങ്ങനെ പറയുമ്പോഴേ കുല്ല എന്ന് പറയാം നിർത്തുന്ന സമയത്ത്. അപ്പൊ കുല്ലൻ ആത്തേനാന്ന് ഓതുമ്പോഴാണ് അങ്ങനെ പറയാം. തജ്വീദിന്റെ നിയമത്തിൽ അങ്ങനെയാണ് മനസ്സിലായത്. അപ്പൊ കുല്ലൻ ഒരു വാക്കിനെ പറയുമ്പോൾ നമുക്ക് അങ്ങനെ പറയാം. അപ്പൊ കുല്ലൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ. ആത്തേന നാം കൊടുത്തിരുന്നു, അല്ലെങ്കിൽ ആത്തേന നാം നൽകിയിരുന്നു. ഹുക്കുമൻ ന്യായവിധി നൽകിയിരുന്നു. വഇൽമൻ അറിവ്. അറിവാണല്ലോ, വിജ്ഞാനവും ജ്ഞാനവും അറിവ് എന്നൊക്കെ അതിനെ പറയാം. വസഖർന നാം കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ കീഴ്പ്പെടുത്തുകയും ചെയ്തു. വസഖർന നാം കീഴ്പ്പെടുത്തുകയും ചെയ്തു. മഅ ദാവൂദ ദാവൂദിനോടൊപ്പം. അൽ ജിബാൽ ജബലിന്റെ ജംആണ്. അൽ ജിബാൽ പർവ്വതങ്ങളെ. യുസബ്ബിഹ്ന എന്ന് പറഞ്ഞാൽ തസ്ബീഹ് 78 മുതലുള്ള വചനമാണ്. യുസബ്ബിഹ് സ്തോത്രം കീർത്തനം ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ തസ്ബീഹ് ചെയ്യുന്ന നിലയിൽ. വത്വൈറ പറവകളെയും പക്ഷികളോടുകൂടി. വകുന്ന ഫാഇലീൻ അവിടെ നേരത്തെ പറഞ്ഞ ഷാഹിദി എന്ന് പറഞ്ഞ പോലെ കുന്ന ഫാഇലീൻ നാം ആകുന്നു. ഫാഇലീൻ ഫഅല പ്രവൃത്തി, ഫാഇലീൻ ചെയ്യുന്നവർ എന്നാണ്. വഅല്ലംനാഹു സുൻഅത ലബൂസിൻ. അതിലെ വഅല്ലംനാഹു അദ്ദേഹത്തിനെ നാം പഠിപ്പിക്കുകയും. വഅല്ലംനാഹു അദ്ദേഹത്തെ നാം പഠിപ്പിക്കുകയും. ചെയ്തു. എന്താണ് സുൻഅത എന്ന് പറഞ്ഞാല് നിർമ്മാണം,
സ്വനഅ ഉണ്ടാക്കൽ, നിർമ്മാണം. ലബൂസിൻ, ലബൂസ് എന്ന് പറഞ്ഞാൽ പടച്ചട്ട. ലബൂസിൻ പടച്ചട്ട അല്ലെങ്കിൽ അങ്കി എന്നൊക്കെ പറയും. നമ്മൾ ഈ ആയുധങ്ങൾ സംരക്ഷിക്കാനുള്ള ഇതുണ്ടല്ലോ, ആയുധങ്ങൾ നമ്മളിങ്ങനെ വരുമ്പോൾ ഉണ്ടാവും, നമ്മൾ സംരക്ഷിക്കുന്ന സാധനം പരിച, അങ്ങനെ പറയാം. പടച്ചട്ട. പടച്ചട്ട. ലക്കും, ലക്കും നിങ്ങൾക്ക് വേണ്ടി. ലിതുഹ്സിനക്കും, ലിതുഹ്സിനക്കും എന്ന് പറഞ്ഞാല് അത്, ലി എന്ന് പറഞ്ഞാൽ അത്, തുഹ്സിനക്കും കാത്തു രക്ഷിക്കാൻ, നിങ്ങളെ കാത്തു രക്ഷിക്കാൻ, അത് നിങ്ങളെ കാത്തു രക്ഷിക്കാൻ. അത് ഒറ്റ വാക്കായിട്ട് എഴുതിയാൽ ലിതുഹ്സിനക്കും അത് നിങ്ങളെ കാത്തു രക്ഷിക്കാൻ. മിൻ ബഅസിക്കും, മിൻ ബഅസിക്കും നിങ്ങളുടെ പടയിൽ, അഥവാ പടയിലെ ആക്രമണത്തിൽ നിന്നും. അവിടെ നിങ്ങളുടെ പടയിൽ എന്ന ഭാഷത്തിന്റെ കൊടുത്തിട്ടുണ്ട്. പടയിലെ ആക്രമണത്തിൽ നിന്നും. ഫഹൽ അൻതും നിങ്ങളാണോ, എന്നിട്ട് നിങ്ങളാകുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ആകുന്നു, നിങ്ങളാണോ. ഷാക്കിറൂൻ നന്ദി, കൃതജ്ഞത കാണിക്കുന്നവർ. എന്നിട്ട് നിങ്ങളാണോ കൃതജ്ഞത കാണിക്കുന്നവർ. അപ്പോ ഒന്നാമത്തെ ആയത്തിന്റെ അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിക്കുകയും അദ്ദേഹത്തിന് ഞാൻ പഠിപ്പിക്കുകയും ചെയ്യും. അല്ലംന മനസ്സിലായി. അപ്പൊ അതിൽ അദ്ദേഹത്തിന് എന്നുള്ളതിന്റെ അദ്ദേഹത്തിന് ദാവൂദ് നബി. അത് എങ്ങനെ വരുന്നത്? അല്ലംനാഹു ഇവിടെ ഹ, ആ ഒരു ഹ അതിലേക്ക് പോകണം, ഹുവയിലേക്ക് പോകണം. അവിടുത്തെ ദാവൂദ് നബിയിലേക്കാണ്. മനസ്സിലായി? അല്ലംനാഹു, അല്ലംന എന്ന് പറഞ്ഞാൽ നാം പഠിപ്പിച്ചു. അല്ലമ പഠിപ്പിച്ചു, നാ ചേരുമ്പോ അല്ലംന നാം പഠിപ്പിച്ചു. അല്ലെ നാഹു അല്ലംന ദാവൂദ് എന്നാണ് അവിടെ നേടുന്നത്. അറബി ഭാഷ പ്രകാരം അല്ലംന ദാവൂദ്. ആ ദാവൂദ് നബിയാണ് അവിടെ അല്ലംനാഹു. എന്തേലും സംശയം എന്താണല്ലോ? സംശയം ചോദിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിരുന്നു. അപ്പൊ ഇതില് ഒന്നാമത്തെ ആ ഒരു സംഭവം വദാവൂദ വസുലൈമാന ഇത് യഹ്കുമാനി ഫിൽ ഹൈസ് ഇദ് നഫശത്. ഒരു കാര്യം കൂടി ഇതിൽ പറയാം. ഇതില് നമ്മൾ ഇൻഷാ അല്ലാഹ് ഒരു ഇതിന്റെ ഇപ്പൊ നമ്മളെ അംബിയാന്റെ ഒരു എക്സാം കഴിഞ്ഞു. ഏകദേശം 75 വരെയുള്ള ആയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഇട്ടത്. 75 വരെയുള്ള ആയത്തിൽ നിന്നാണ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾ ഓഫ് ഒമാൻ എക്സാം കഴിഞ്ഞു. മെയ് 25-ാം തീയതിയാണ് QHLSന്റെ എക്സാം നടക്കുന്നത്. സ്റ്റേറ്റ് മെയ് 25. അപ്പൊ നമുക്കിത് വേഗം പൂർത്തീകരിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പോ ആ ഒരു എക്സാമിലൊക്കെ ചില പദങ്ങളൊക്കെ എന്ത് ചെയ്യും, ചോദിക്കും. അപ്പോ പദങ്ങൾ ചോദിക്കാൻ നമ്മൾ ഈ എഴുതിയ വാക്കുകളിൽ ചില പദങ്ങൾ ഊന്നൽ നൽകണം. അത് കുറച്ചുകൂടി മനസ്സിലാക്കി വെക്കണം. അതിലൊന്ന് ഹരിസാണ്, അൽ ഹരിസ് വിള. പിന്നെ ഫഹമ ദഹിപ്പിച്ചു, സഖറ കീഴ്പ്പെടുത്തുക, കീഴ്പ്പെടുത്തുക. അത്വയ്ർ, ത്വയ്ർ എന്ന് പറഞ്ഞാൽ പറവകൾ, പക്ഷികൾ. സുൻഅത നിർമ്മാണം, ഉണ്ടാക്കൽ. ലബൂസിൻ പടച്ചട്ട അല്ലെങ്കിൽ അങ്കി. ബഅസ് പട അല്ലെങ്കിൽ പടയിലെ ആക്രമണം. പട മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം ഇൻഷാ അല്ലാഹ്. ഇസ്രായേൽ ജനതയിൽ പ്രവാചകന്മാരും രാജാക്കളും കൂടിയായിരുന്ന രണ്ടാളുകളാണ് ആരെ? ദാവൂദ് നബിയും സുലൈമാൻ നബിയും അലൈഹിസ്സലാം. ദാവൂദ് നബിയുടെ പുത്രൻ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇവർ രണ്ടുപേരും വളരെ കാലം രാജ്യം ഭരിച്ചിരുന്നു.
രണ്ട് പ്രവാചകന്മാരെ സംബന്ധിച്ചും ഖുർആനിൽ പല സ്ഥലങ്ങളിലും പലതും പ്രതിപാദിച്ചതായിട്ട് കാണാം. ഭരണകർത്താക്കൾ എന്ന നിലയ്ക്കും പ്രവാചകന്മാരെന്ന നിലയ്ക്കും ആവശ്യമായ എല്ലാ അറിവും ബോധവും പ്രാപ്തിയും രണ്ടുപേർക്കും നൽകപ്പെട്ടിരുന്നുവെന്ന് പ്രസ്താവിച്ചതിനു പുറമെ പിതാവിന്റെയും പുത്രന്റെയും ചില പ്രത്യേകതകൾ കൂടി അല്ലാഹു ഈ ആയത്തിൽ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യന് അല്ലാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു മഹത്തായ അനുഗ്രഹമാണ് ബുദ്ധി. അതിൽ മനുഷ്യന് യാതൊരു കഴിവുമില്ല. ജന്മസിദ്ധമായ ബുദ്ധിയുടെ തോതനുസരിച്ച് പരിചയത്തിന്റെയും അനുഭവത്തിന്റെയും വെളിച്ചത്തിൽ അത് വികസിക്കുന്നു എന്ന് മാത്രം. ഒരാൾക്കൊരു ബുദ്ധി ഉണ്ടാവുക അത് ഒരാളുടെയും കഴിവല്ല, എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകണം. അള്ളാഹു ഒരു മനുഷ്യന് അറിവ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹു നൽകിയ സൗഭാഗ്യം. ഒരാൾ ജനിച്ചപ്പോഴേ കൊണ്ടുവന്നതല്ല, അള്ളാഹു നൽകിയ ഒരു കഴിവാണ്. അത് ഒരാളുടെയും കഴിവിൽപ്പെട്ടതല്ല. അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയുന്നതും നമ്മുടെ ഒരു നാവ് ചലിക്കുന്നത് പോലും അള്ളാഹുവിന്റെ വിധി പ്രകാരം മാത്രമാണ്. നബിയുടെ പ്രാർത്ഥന നമുക്ക് പ്രകാരം കാണുന്നത് എന്റെ കണ്ണിമ വെട്ടുന്നത് പോലും എന്റെ നിയന്ത്രണത്തിലാക്കരുത് എന്നാണ്. അതുപോലെ അതുവരെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണെന്ന് മാത്രം. അതുകൊണ്ട് ചില ആളുകൾക്ക് ഇളവും പ്രായക്കാരായ ചിലർക്ക് വളരെ പഴക്കവും പഴക്കവും ശ്രദ്ധിച്ചുള്ളവരെ പോലുള്ള അവരെ വെല്ലുവിളിക്കുന്ന രൂപത്തിലുള്ള ചിന്താശക്തിയും ഗ്രഹണശക്തിയും ചിലപ്പോൾ നാം കാണുന്നത് ഒരു ഉദാഹരണം മാത്രമാണ്. അള്ളാഹു നൽകിയ കഴിവിൽ നിന്നുള്ള ഉദാഹരണം മാത്രമാണ്. ഈ ഒരു ഉദാഹരണത്തുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഈ ഒരു ആയത്തിലെ ആദ്യത്തെ ആയത്തിലെ വദാവൂദ വസുലൈമാന ഇത് യഹ്കുമാനി. അവർ രണ്ടുപേരും വിധിച്ച ഒരു വിധിയുടെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ അവർ വിധിച്ച വിധിയുടെ നിലപാടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിരികളായ ആളുകൾ റഹ്മാൻ മൗലവി, ഇബ്നു കസീർ റഹ്മത്തുള്ള അങ്ങനെ തുടങ്ങിയുള്ള ആളുകൾ ആ ഒരു ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറഞ്ഞ അവർ വിധിച്ച ഒരു ചരിത്ര സംഭവത്തെ കാണാൻ വേണ്ടി നമുക്ക് പറ്റുന്നത്, ഒരു കൂട്ടരുടെ ആടുകൾ രാത്രി മറ്റു കൂട്ടരുടെ വിളയിൽ ചാടി അത് നശിപ്പിച്ചു. ഒരു കൂട്ടർക്ക് എന്താണുള്ളത്? ആട്. മറ്റു കൂട്ടർക്കുള്ളത് വിള, ഒരു കൃഷി. അതിൽ കയറി നശിപ്പിച്ചു. ഇത് സംബന്ധിച്ച് ഒരു കേസ് ഉണ്ടായി, ഒരു പ്രശ്നം ഉണ്ടായി. പിതാവും പുത്രനും വിധി പറയുകയുണ്ടായി. അതാണ് ദാവൂദ് നബിയും സുലൈമാൻ നബിയും വിധി പറയുകയുണ്ടായി. രണ്ടാളുടെ വിധികളിൽ കൂടുതൽ യുക്തവും ന്യായവുമായിരുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിധിയായിരുന്നു. ഇതാണ് ഇവിടെ അള്ളാഹു പറഞ്ഞതിന്റെ ചുരുക്കം. അള്ളാഹു നേരത്തെ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ഒരാൾക്ക് ബുദ്ധി കൊടുക്കുക, കഴിവ് കൊടുക്കുക, അതെല്ലാം അള്ളാഹുവിന്റെ കഴിവിൽപ്പെട്ടതാണ്. പ്രായം കുറഞ്ഞ ആളുകൾ ചിലപ്പോൾ കുറെ അനുഭവമുള്ള ആളുകളെ പോലെ സംസാരിക്കും. അത് അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു പ്രത്യേക കഴിവാണ്. അതിന്റെ ഒരു ഇതാണ്. ഇതിനെ എങ്ങനെയായിരുന്നു എന്ന് ഖുർആനിൽ അത് പ്രസ്താവിച്ചിട്ടില്ല. അത് ആ ഒരു സംഭവം എന്തായിരുന്നു ഖുർആനിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. പലരും പറയുന്നതിൽ ഒരു ചുരുക്കം ഇപ്രകാരമാണ്: അന്യായക്കാരന്റെ വിളനഷ്ടത്തിന് പരിഹാരമായി പ്രതിയുടെ ആടുകളെ അയാൾക്ക് കൊടുക്കുവാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കൽപ്പിച്ചു. ഇത് പ്രശ്നം ഉണ്ടായി. ഇത് ദാവൂദ് നബിയുടെ സന്നിധിയിൽ എത്തിയപ്പോൾ ദാവൂദ് നബി പറഞ്ഞു, ആ വിളയൊക്കെ നശിപ്പിച്ചില്ല, ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ആടിനെ ഇയാൾക്ക് എന്ത് ചെയ്യും, കൊടുക്കൂ എന്ന് പറഞ്ഞു. മടങ്ങി പോകുമായിരുന്നവർ രണ്ട് കക്ഷികളും ഇത് വിധി കേട്ട് മടങ്ങി പോകുന്ന വഴിയിൽ ഒരു കേവലം ചെറുപ്പക്കാരനായിരുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അവർ കണ്ടുമുട്ടി. അദ്ദേഹത്തിന് അന്ന് 11 വയസ്സായിരുന്നു. ഇതിനേക്കാൾ യുക്തമായ തീരുമാനം മറ്റൊന്നായിരിക്കുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അപ്പൊ വാപ്പ ആടിനെ കൊടുക്കാനാണ് പറഞ്ഞത്, ഇതിനേക്കാൾ നല്ലൊരു തീരുമാനം വേറെയാണ് എന്ന് അദ്ദേഹം തീരുമാനമൊന്നും പറഞ്ഞിട്ടില്ല, ഒരു അഭിപ്രായം മാത്രം പറഞ്ഞു. അപ്പൊ ഈ ഒരു വിവരം പിതാവ് പറഞ്ഞു. വിവരം അറിഞ്ഞ് പിതാവ് മകനെ വരുത്തി അന്വേഷിച്ചു. മകൻ പറഞ്ഞു, ആട്ടിന്റെ ഉടമസ്ഥൻ വിള ഉടമസ്ഥന്റെ വില മുൻസ്ഥിതി പ്രകാരം നന്നായി തീരുവാൻ വേണ്ടുന്ന ശുശ്രൂഷ ചെയ്യുക. അതുവരേക്കും ആടുകളുടെ പാല്, രോമം, മക്കൾ മുതലായ ലഭ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവൻ അവയെ കൈവശം വെക്കുക. വിള മുൻസ്ഥിതി പ്രാപിച്ചാൽ ആടുകളെ തിരിച്ചു കൊടുക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ച ആ ഒരു വിധി, ആ ഒരു ഹിക്മത്ത് നമ്മൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഓരോ വിള നശിച്ചു പോയിട്ടുണ്ട്, അപ്പൊ ആടിനെ കൊടുത്തു പോവല്ല, പകരം ഈ നഷ്ടപ്പെട്ട ആൾക്ക് ആടിനെ കൊടുക്കണം. കുറച്ചു കാലം അവരത് വെച്ചിരിക്കണം. അത് പകരം മാത്രമല്ല, ആ ആടിനെ ഉള്ള കാലത്തോളം അവരുടെ കയ്യിൽ എന്തുണ്ടാവണം, ഈ ആടിനെ ഉപയോഗിക്കാം. അവരുടെ മക്കൾ, അതിന്റെ രോമം, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം. ഈ വിള തിരിച്ചു വന്നാൽ നിങ്ങൾക്കത് തിരിച്ചു കൊടുക്കണം. അപ്പൊ ഈ ഒരു വിധിയാകട്ടെ അവിടെ നിന്ന് ഒന്നാമത്തതിനേക്കാൾ അനുസരിച്ച്
ആടുടമസ്ഥന് ഒന്നാമത്തെ വിധി അനുസരിച്ച് ആടുടമസ്ഥന് ആടുകൾ തിരികെ കിട്ടുകയില്ല. ഇവയിൽ കൂടുതൽ യുക്തമായത് രണ്ടാമത്തെ തീരുമാനമാണെന്നത് വ്യക്തമാണ്. ഓരോ വിധിയെയും അടിസ്ഥാനമാക്കി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പല വിശദീകരണങ്ങളും ഇവിടെ നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അതിൽ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ബുദ്ധി സാമർത്ഥ്യത്തിന് ഉദാഹരണമായി ഇമാം ബുഖാരി മുസ്ലിമും റഹിമഹുല്ല ഉദ്ധരിച്ചിട്ടുള്ള മറ്റൊരു സംഭവത്തിന്റെ ചുരുക്കവും ഒന്ന് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതിൽ ആ ഒരു ചരിത്രം അവിടെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഈ ഒരു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വിധിച്ചൊരു വിധി അത് രണ്ടു കൂട്ടർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ, ഒരാളെയും പ്രയാസപ്പെടുത്താത്ത രൂപത്തിൽ, ഒരാൾക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്, ആ നഷ്ടത്തിന് പകരം ഒരു കാലാവധി നൽകുകയും അത് ഉപയോഗപ്പെടുത്താനുള്ള സംവിധാനവും സുലൈമാൻ നബി നൽകി എന്നുള്ളതാണ്. അതേപോലെ മറ്റൊരു വിധിയും നമുക്ക് ഇമാം ബുഖാരിയും മുസ്ലിമും നൽകിയതായിട്ട് കാണാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം സുലൈമാൻ നബിയുടെ ഹിക്മത്തിനെയും ബുദ്ധിയെയുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത്. വിധിക്കുന്ന സമയത്ത് അള്ളാഹു നൽകുന്ന ബുദ്ധി, ഒരാൾക്ക് നൽകുന്ന ആ ഒരു പ്രായ വ്യത്യാസം, 11 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ കുറെ അനുഭവമുള്ള ആളുകളെ പോലെ ഇങ്ങനെ വിധിക്കുന്ന ആ ഒരു ഉദാഹരണമാണ് അവിടെ പറയുന്നത്. ആ ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മറ്റൊരു സംഭവം ഇപ്രകാരം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ കുട്ടിയിലുള്ള 2 സ്ത്രീകൾ ഒരുവളുടെ കുട്ടി ചെന്നായ പിടിക്കുകയുണ്ടായി. ശേഷിച്ച കുട്ടി എന്റേതാണെന്ന് ഓരോരുത്തരും വാദിച്ചുകൊണ്ട് അവർ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ അന്യായം ബോധിപ്പിച്ചു. അദ്ദേഹം കുട്ടിയെ അവരിൽ ഒരുവൾക്ക്, അവളായിരുന്നു വലിയവൾ, വിധിച്ചു കൊടുത്തു. ആ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടിയെ ഒരാൾക്ക് വിധിച്ചു കൊടുത്തു, വലിയൊരു സ്ത്രീക്ക് വിധിച്ചു കൊടുത്തു. ഈ സ്ത്രീകൾ പിന്നീട് സുലൈമാൻ നബിയുടെ അടുക്കൽ വരികയുണ്ടായി. അദ്ദേഹം ഒരു കത്തി കൊണ്ട് കുട്ടിയെ 2ആയി പിളർന്നു, ഒരു ഭാഗം ഒരുവൾക്കും മറ്റേ ഭാഗം മറ്റവൾക്കും കൊടുക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ചെറിയ സ്ത്രീ അങ്ങനെ ചെയ്യരുതേ എന്ന് അപേക്ഷിച്ചു. ഇത് മറ്റേ ദാവൂദ് നബി ആ വലിയ മുതിർന്ന ആൾക്ക് കൊടുക്കണം എന്ന രൂപത്തിൽ വിധിച്ചു. സുലൈമാൻ നബിയുടെ അടുത്ത് വന്നപ്പോൾ 2 പേരുണ്ട്. അപ്പോൾ സുലൈമാൻ നബി പറഞ്ഞു, ശരി, നിങ്ങളെ കുട്ടിക്കല്ലേ പ്രശ്നം, ഒരു കുട്ടിയെ കത്തി എടുത്ത് കൊണ്ടുവരും, നമുക്ക് 2ആയിട്ട് മുറിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. അപ്പൊ മറ്റേ ആൾ എന്ത് ചെയ്തു? ശരി, സമ്മതിക്കാൻ. അത് വലിയ ആള് ഇത് സമ്മതിക്കുന്നു. അപ്പൊ ചെറിയ ആള് എന്ത് പറഞ്ഞു? ചെറിയ പ്രായം കുറഞ്ഞ സ്ത്രീ പറഞ്ഞു അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞു. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുകയും കുട്ടി ചെറിയവളുടേതാണെന്ന് മനസ്സിലാക്കി വിധി നൽകുകയാണ്. ഓരോരുത്തരുടെയും മനസ്ഥിതിയും സ്വന്തം കുട്ടിയുടെ നേരെ ഉണ്ടാകുന്ന പ്രത്യേക വാത്സല്യവും മനസ്സിലാക്കുവാനാണ് കുട്ടിയെ പിളർക്കുവാൻ അദ്ദേഹം കൽപ്പിച്ചതെന്ന് പറയേണ്ടതുണ്ട്. ഇമാം നസാഇ റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഹദീസ് ഗ്രന്ഥത്തിൽ ഈ ഒരു സംഭവം വിവരിച്ചതായിട്ട് കാണാൻ വേണ്ടി പറ്റും. 2 പ്രവാചകന്മാരുടെയും ഈ സംഭവങ്ങളിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. അള്ളാഹുവിൽ നിന്ന് പ്രത്യേകം നിർദ്ദേശം ലഭിച്ചിട്ടില്ലാത്ത ഒരു വിഷയത്തിൽ ഒരു വിധികർത്താവ് അദ്ദേഹം വീഴ്ച വരുത്തിയിട്ടില്ലാത്ത പക്ഷം പിഴച്ചുപോയെങ്കിൽ അവൻ കുറ്റക്കാരനല്ല എന്നത്രേ. അത് 79-ാമത്തെ വചനത്തിൽ ഓരോരുത്തർക്കും ന്യായവിധിയും ജ്ഞാനവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാൻ വേണ്ടി പറ്റും. ഒരാൾ ഇങ്ങനെ വിധിക്കുന്നു, ഒരാളുടെ പ്രശ്നം ഉണ്ടാകുന്നു, പല ആളുകളും പല ഹക്കിലും ഇടപെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലൊരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് അതിലൊരു വിധി നടത്തുമ്പോൾ കൃത്യമായും 2 ആളുകൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ, ഒരാളെയും പ്രയാസപ്പെടുത്താതെ ന്യായം കിട്ടുന്ന രൂപത്തിൽ എന്ത് ചെയ്യണം? വിധിക്കണം എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞത്, നാം ന്യായവിധിയും ജ്ഞാനവും നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞത് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇപ്രകാരം അരുൾ ചെയ്തതായിട്ട് കാണാം. ഇദാ ഹകമൽ ഹാകിമു ഫജ്തഹദ ഫഅസാബ ഫലഹു അജ്റാനി ഫഇദാ ഹകമ ഫജ്തഹദ ഫഅഖ്ത ഫലഹു അജ്റുൻ. ഒരു വിധികർത്താവ് വിധി പറയുമ്പോൾ അവൻ സത്യം കണ്ടെത്തുവാൻ കഴിയുന്ന പരിശ്രമം നടത്തിയിട്ട് സത്യം പ്രാപിച്ചാൽ അവന് 2 പ്രതിഫലമുണ്ട്. നടത്തിയ പരിശ്രമം നടത്തിയിട്ട് പിഴച്ചുപോയാൽ അവന് 1 പ്രതിഫലമുണ്ട് എന്നാണ് നമുക്ക് കാണാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അപ്പോൾ സത്യം കണ്ടെത്തുന്നതിനുള്ള പ്രതിഫലം, അതിനെ ഉത്സാഹിച്ചതിനുള്ള പ്രതിഫലവുമാണ് ആദ്യത്തേത്. രണ്ടാമത്തവൻ അവൻ പരിശ്രമിച്ചതിന്റെ പ്രതിഫലവുമാണ് അള്ളാഹു നൽകുന്നത്. സത്യം പ്രാപിക്കാൻ ഉത്സാഹിക്കുന്നതിൽ വീഴ്ച വരുത്തുകയോ പരിശ്രമിക്കുവാനോ കഴിയാത്തവൻ വിധി പറയുവാൻ മുതിരുകയോ ചെയ്താൽ അവൻ വാസ്തവത്തിൽ വിധി ശരിയായിരുന്നാൽ പോലും കുറ്റക്കാരനാകുമെന്നാണ് ഈ ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരാൾക്കെതിരെ നമ്മൾ വിധി പറയാൻ പോകുമ്പോൾ, ഒരു പ്രശ്നത്തിൽ നമ്മൾ ജാമ്യം നിൽക്കാൻ പോകുമ്പോൾ അതിന്റെ 2 അറ്റവും അന്വേഷിച്ചു പഠിച്ചുകൊണ്ടാണ് നമ്മൾ പറയേണ്ടത്. ഒരാൾ ഒരു വിധി പറയുക എന്നത് നല്ല കാര്യമാണ്. ഒരാൾ ഒരു വിഷയത്തിൽ ഒരു ഇത് പറയുക, അയാൾക്ക് 2 പ്രതിഫലം ഉണ്ടെന്നാണ് റസൂൽ പറഞ്ഞത്. അയാൾ അത് പറയുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമിച്ചതിന്റെ പ്രതിഫലവും അത് ശരിയായി കഴിഞ്ഞാൽ അതിനുള്ള പ്രതിഫലവും.
ഇനി ഒരാൾ ഒരു കാര്യം പറഞ്ഞു, അപ്പൊ അയാൾ പറഞ്ഞത് ശരിയായില്ല, പക്ഷെ അയാൾ പരിശ്രമിച്ചതിനുള്ള പ്രതിഫലം കിട്ടും. എന്നാൽ പറയാൻ പോകുന്ന ആള് ഒരു പുറവും മനസ്സിലാക്കാതെ അന്വേഷിക്കാതെയാണ് വിധി പറയുന്നതെങ്കിൽ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ പോലും ഇത് കുറ്റക്കാരനാക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോ നമ്മുടെ ആദ്യത്തെ ആയത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ പറഞ്ഞത് വദാവൂദ വസുലൈമാന ഇദ് യുഹ്മാനി ഫിൽ ഹൈസി നഫശത ഫീഹി അനൽ ഖൗമി വകുന്ന ലിഹുക്മിഹിം ഷാഹിദീൻ എന്നതാണ്. അപ്പോൾ അവിടെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും സുലൈമാൻ നബിയും പറഞ്ഞ വിധിയുടെ വിശദീകരണമാണ് നമ്മൾ സൂചിപ്പിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. അതുപോലെ തന്നെ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയോടൊപ്പം പറവകളും മലകളും തസ്ബീഹ് അള്ളാഹുവിന് സ്തോത്ര കീർത്തനം നടത്തുമാറ് അവയെ അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തത് അള്ളാഹു അദ്ദേഹത്തിന് ചെയ്തൊരു പ്രത്യേക അനുഗ്രഹമാകുന്നു. സുലൈമാൻ നബിക്കോ മറ്റാർക്കെങ്കിലുമോ ഈ അനുഗ്രഹം നൽകപ്പെട്ടതായി പ്രസ്താവിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ മലകളുടെയും പക്ഷികളുടെയും തസ്ബീഹ് എപ്രകാരം ഉള്ളതായിരുന്നു എന്ന് തീർത്തു പറയാൻ നമുക്ക് സാധിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നതായിട്ട് നമുക്ക് കാണാം, വഇന്ന മിൻ ശൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. യാതൊരു വസ്തുവും തന്നെ അവനെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രകീർത്തനം ചെയ്യാതെയില്ല, പക്ഷെ നിങ്ങൾ അവരുടെ തസ്ബീഹ് ഗ്രഹിക്കുകയില്ല എന്നും അള്ളാഹു പറയുന്നുണ്ട്. അല്ലെ, എല്ലാ വസ്തുക്കളും ഒരേ വിധത്തിലുള്ള തസ്ബീഹ് നടത്തുന്നുണ്ട് എന്നാണല്ലോ ഇതിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് സിദ്ധിച്ച ഒരു പ്രത്യേക അനുഗ്രഹമായി മലക്കുകളുടെയും മലകളുടെയും പറവകളുടെയും മാത്രം തസ്ബീഹ് എടുത്തു പറഞ്ഞിരിക്കുകയാണ്. അവ രണ്ടുമല്ലാത്ത മറ്റേതെങ്കിലും വസ്തുക്കൾ അദ്ദേഹത്തോട് ഒന്നിച്ച് തസ്ബീഹ് നടത്തുന്നതായി പ്രസ്താവിച്ചിട്ടുമില്ല. ആകയാൽ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ട തസ്ബീഹ് ഒരു പ്രത്യേക തരത്തിലുള്ള തസ്ബീഹ് തന്നെയായിരിക്കണമെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇത് ഇങ്ങനെയുള്ളതായിരിക്കുമെന്ന് നമുക്കറിയാവുന്നതല്ല. ഭൗതിക കാഴ്ചപ്പാടുകളിലൂടെ കൂടി ഇത്തരം സംഗതികൾ വീക്ഷിക്കുന്നത് ഒരിക്കലും നന്നല്ല. അത് ഖുർആനിനെ അനാദരിക്കലും അതിന്റെ ഉദ്ദേശത്തെ ദുരുപയോഗപ്പെടുത്തലുമാകുന്നു. പർവ്വതങ്ങളെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് നബിക്ക് കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പർവ്വതങ്ങളിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തുവാൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നാണ്. എന്നും പക്ഷികളെ കീഴ്പ്പെടുത്തി കൊടുത്തു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പക്ഷിവർഗത്തിലെ വിവിധ ഇനങ്ങളെ നാട്ടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താൻ സൗകര്യം ചെയ്തു കൊടുത്തു എന്നും ചിലർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, ഇത് വിശദീകരണത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പല ആളുകളും പല രൂപത്തിലാണ് തസ്ബീഹ് പറയുക. മലകൾ തസ്ബീഹ് പറയുന്നുണ്ട്, പക്ഷികൾ തസ്ബീഹ് പറയുന്നുണ്ട്. ദാവൂദ് നബിക്ക് ഇതിനെ അള്ളാഹു പ്രത്യേക അനുഗ്രഹമാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എപ്രകാരമാണ് അവർ ഒരുമിച്ചിരുന്ന് തസ്ബീഹ് പറയുകയാണോ, കൂട്ടപ്രാർത്ഥന നടത്തുകയാണോ, ഒരുമിച്ച് ദിക്ർ പറയുകയാണോ, ഇങ്ങനെയാണോ എന്നത് നമ്മുടെ ഭൗതിക ചിന്ത കൊണ്ട്, ഭൗതിക ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കൂട്ടാവുന്നതല്ല. അത് ശരിയല്ല എന്നതാണ്. ഖുർആനിന്റെ ഒരു ആയത്ത് നമ്മൾ കാണുമ്പോൾ എന്താ അത് അങ്ങനെ ആയിപ്പോയി, ഇത് ഇങ്ങനെ ആയാത്ത എന്താ എന്ന് നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ച് വ്യാഖ്യാനിക്കാൻ പാടില്ല. അത് ഖുർആനിനെ അനാദരിക്കലും അതിനെ അപകീർത്തപ്പെടുത്തലുമാണ് എന്നും നമ്മൾ മനസ്സിലാക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ നല്ലൊരു ശ്രദ്ധ ചെലുത്തണമെന്ന് രണ്ടു പാഠങ്ങൾ നമ്മൾ പഠിക്കാനുള്ളത്. ഒന്ന്, ഖുർആനിനെ വിശദീകരിക്കുമ്പോൾ കൃത്യമായി മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ചെന്ന വിശദീകരണത്തിൽ നമ്മൾ ഒതുങ്ങുക. അതിനപ്പുറത്ത് നമ്മുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനോ വിശദീകരിക്കാനോ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതിന്റെ അറിവും അതിന്റെ പക്വതയുമുള്ള ആളുകൾ അത് പറഞ്ഞത് നമ്മൾ പഠിക്കുക എന്ന് തന്നെയാണ്. നമ്മുടെ ഭൗതിക ചിന്തയ്ക്കനുസരിച്ച് ചിന്തിക്കാൻ പാടില്ല എന്ന് തന്നെയാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് പക്ഷികളുടെ സംസാരം അറിഞ്ഞിരുന്നതായും വേണ്ടതെല്ലാം നൽകപ്പെട്ടതായും സൂറത്തു നംലിൽ അതിന്റെ 16-ാമത്തെ വചനത്തിൽ അല്ലാഹു പ്രസ്താവിക്കുന്നു. എന്നാൽ അദ്ദേഹത്തോടൊപ്പം പക്ഷികളോ മലകളോ തസ്ബീഹ് നടത്തിയതായി പ്രസ്താവിക്കപ്പെട്ടതില്ല. മലകളിലെ വിഭവങ്ങളൊക്കെ ആകട്ടെ നാട്ടിന്റെ രാഷ്ട്രത്തിന്റെയോ ആവശ്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുക എന്ന കൃത്യം ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബി മാത്രമല്ല സുലൈമാൻ നബിയും ഒരുപക്ഷെ പിതാവിനേക്കാൾ കൂടുതലായി തന്നെ ഉപയോഗപ്പെടുത്തിയിരുന്നതിനാലും രാവിലെയും വൈകുന്നേരവുമാണ് മലകൾ തസ്ബീഹ് നടത്തിയിരുന്നെന്നും നമുക്ക് സൂറത്ത് സ്വാദിന്റെ 18-ൽ കാണാം. ബിൽ അശീ വൽ ഇശ്റാഖ്, അത് രാവിലെയും വൈകുന്നേരവുമാണ് മലകളും തസ്ബീഹ് നടത്തിയിരുന്നെന്ന് കാണാൻ വേണ്ടി പറ്റുന്നത്. മലയിലെ വിഭവം ഉപയോഗപ്പെടുത്തൽ രാവിലെയും വൈകുന്നേരവും മാത്രം ഉണ്ടാകുന്നതല്ലോ. ചുരുക്കത്തിൽ ഈ പുതിയ വ്യാഖ്യാനം സ്വീകാര്യമല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ, ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ
പല മുഫസ്സിരീങ്ങളും ആ വിഷയത്തിൽ പറഞ്ഞാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇവിടെ പലതിനെയും അള്ളാഹു ആളുകൾക്ക് ഓരോ പ്രവാചകന്മാർക്കും മറ്റുവർക്കും കീഴ്പ്പെടുത്തി നൽകിയത് അവിടെ അതിന് ഉപകാരപ്പെടുത്തുന്നത് അതിന്റെ ഉപകാരങ്ങൾ നേടാനും അത് സ്വീകരിക്കാനും വേണ്ടിയാണ്. അതിനെ നമ്മുടേതായ രൂപത്തിൽ വ്യാഖ്യാനിക്കാവുന്നതല്ല എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ ദാവൂദ് നബിയുടെ ശബ്ദത്തെ പറ്റി ഇവിടുന്ന് വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നബിക്ക് ലഭിച്ച ദിവ്യബോധനം അനുസരിച്ച് കോർവ ചെയ്യപ്പെട്ട സംഗീത കീർത്തനങ്ങളുടെ സമാഹാരമാണ് സബൂർ എന്ന് പറയുന്നത്. സബൂർ എന്ന ഗ്രന്ഥം അതിനെ സങ്കീർത്തനങ്ങളുടെ സമാഹരണമാണ് എന്ന് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അതിൽ ദാവൂദ് നബിയുടെ ശബ്ദമധുരിയും കീർത്തന ഗാനങ്ങളും സ്തുതിക്കപ്പെട്ടതാണ്. അത്യാകർഷമായ ശബ്ദത്തിന്റെ പ്രതികരണം മനുഷ്യരിൽ മാത്രമല്ല ഇതര ജന്തുക്കളിലും വസ്തുക്കളിലും പ്രകടമാകുന്നതാകുന്നു. ചില പ്രത്യേക രൂപത്തിൽ ശബ്ദത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യന്ത്രത്തിന്റെയും വിദ്യുച്ഛക്തിയുടെയും ഉപയോഗത്തിൽ പലതും നടത്തുവാൻ സാധ്യതയുണ്ടെന്ന് പോലും ഇന്നത്തെ നിരീക്ഷണങ്ങളാൽ പിടിക്കുന്ന സ്ഥിതിക്ക് ദാവൂദ് നബിക്ക് പ്രത്യേകമായി നൽകപ്പെട്ട ആ ഒരു അനുഗ്രഹത്തെ നാം വില കുറച്ച് വ്യാഖ്യാനിക്കേണ്ടതില്ല എന്നത് തന്നെയാണ്. അതായത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറ്റൊരു കഴിവാണ് അദ്ദേഹത്തിന്റെ സംസാരം. അദ്ദേഹത്തിന് നൽകിയ ഗ്രന്ഥം അത് അദ്ദേഹത്തിന്റെ സ്വരമാധുര്യത്തോടു കൂടി ചേർന്ന രൂപത്തിൽ സംഗീത രൂപത്തിലാണ് അള്ളാഹു നൽകിയത്. അതിനൊരു സ്വരമാധുര്യം ഉണ്ടായിരുന്നു എന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനെ വിശദീകരണങ്ങളിൽ പണ്ഡിതന്മാർ പറയുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. ദാവൂദ് നബിയുടെ ശബ്ദം കേൾക്കാൻ, ആ ഒരു സബൂറിന്റെ കീർത്തന വചനങ്ങൾ വായിക്കുന്നത് കേൾക്കാൻ പക്ഷികളും ഒക്കെ കൂടിയിരുന്നു എന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ മുസൽ അശ്അരി റളിയല്ലാഹു അൻഹു ഒരു പ്രധാന സ്വഹാബിയാണ്. അദ്ദേഹത്തിന്റെ ശബ്ദം രാത്രി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ട് അതിൽ ആകൃഷ്ടനാവുകയുണ്ടായി. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്രകാരം പറഞ്ഞു: ദാവൂദ് കുടുംബത്തിന്റെ വീണസ്വരങ്ങളിൽ നിന്ന് ഒന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ഇവിടെ മഹാനായ സ്വഹാബി വര്യൻ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ആ ഒരു പാരായണത്തിന്റെ മധുരം, ആ ഒരു പാരായണത്തിന്റെ സ്വരമാധുര്യം അത് കണ്ട് പ്രവാചകൻ അതിൽ ആകൃഷ്ടമാവുകയും എന്നിട്ട് പ്രവാചകൻ പറഞ്ഞത് ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീറ ആലി ദാവൂദ് മുത്തഫഖുൻ അലൈഹി. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ് മുത്തഫഖുൻ അലൈഹി എന്ന് പറയുന്നത്. ആ ഒരു ഹദീസ് സ്വഹീഹ ഹദീസിൽ പറയുന്നത് കാണാം, ഖുർആൻ ദാവൂദ് നബിയുടെ ദാവൂദ് കുടുംബത്തിന്റെ വീണസ്വരങ്ങളിൽ നിന്ന് ഒന്ന് തനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അഥവാ ദാവൂദ് നബിയുടെ സ്വരമാധുര്യത്തെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പ്രകീർത്തിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ വായിക്കുന്നത് നല്ല ശബ്ദത്തോടു കൂടിയായിരിക്കുവാൻ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഹദീസാണ് ഇതും നമ്മൾ മനസ്സിലാക്കണം. ഖുർആൻ പാരായണം അത് ഒരു വല്ലാത്തൊരു സ്വരത്തിലല്ല നമ്മൾ പാരായണം ചെയ്യണം. അത് അണഞ്ഞും ഇരിഞ്ഞും എന്നല്ല നമ്മൾ പാരായണം. അതിനെ വളരെ മനോഹാരിതമായി പാരായണം ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റണം. അതിനെ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണമെന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ അതിന്റെ അവസാനത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചത് ദാവൂദ് നബിക്ക് നൽകിയ മറ്റൊരു പ്രത്യേകതയാണ്. തോക്ക് മുതലായ പരിഷ്കരിച്ച അഗ്നിയായുധങ്ങൾ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് യുദ്ധങ്ങളിൽ ഇരുമ്പ് കവചം ധരിക്കലായിരുന്നു വലിയ രക്ഷാമാർഗമായിരുന്നത്. ഇരുമ്പ് കവചത്തിൽ പടയങ്കിയിൽ അഭിവൃദ്ധിയും പരിഷ്കാരവും വരുത്തിയത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയായിരുന്നു. അത് ആ ഒരു ചരിത്രത്തിന്റെ പശ്ചാത്തലം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞാൽ വഅല്ലംനാഹു സുൻഅത ലബൂസിൻ ലക്കും. അല്ലേ, അവിടുന്ന് ഒരു പടയങ്കി, ആ ഒരു പടയിൽ നിങ്ങളെ കാത്തുരക്ഷിക്കാൻ നിങ്ങൾക്ക് പടച്ചട്ട നിർമ്മാണം അദ്ദേഹത്തിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തു എന്നാണ്. അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഈ ഒരു പടച്ചട്ട അതിന്റെ നിർമ്മാണം അത് അവിടുന്ന് പറഞ്ഞത് ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്നാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെ വിശദീകരണം സൂറത്തു സബയിൽ അത് കൂടുതലായിട്ട് വിശദീകരിക്കുന്നത് കാണാം. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്ക് കൂടുതലായിട്ട് പോകുന്നുണ്ട്. ചരിത്രപരമായി തന്നെ ഇതിന് തെളിവുകളൊക്കെ ഉണ്ട്. ക്രിസ്താബ്ദം 1000 കൊല്ലം മുമ്പ് വരെയും പടച്ചട്ടയുടെ ഉപയോഗം ഉണ്ടായിരുന്നതായും കാണപ്പെടുന്നില്ല. ക്രിസ്താബ്ദം 1000 കൊല്ലം മുമ്പ് വരെയും പടച്ചട്ടയുടെ ഉപയോഗം ഉണ്ടതായിട്ട് കാണപ്പെടുന്നില്ല. പിന്നീടാണ് പടത്തൊപ്പിയും പടയങ്കിയും പ്രചാരത്തിൽ വന്നതായി കാണപ്പെടുന്നത്. അലക്സാണ്ടറിന്റെ കാലത്ത് ഗ്രീക്ക് ഭടന്മാരും പേർഷ്യൻ ഭടന്മാരും തല മുതലുള്ള കാലുവരെയുള്ള കവചങ്ങൾ ധരിച്ചതായി പറയപ്പെടുന്നു. ഓരോ തരം
ആപത്തുകളിൽ നിന്ന് രക്ഷ പ്രാപിക്കാനുള്ള ഓരോവിധ മാർഗവും അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. അതിന് നാം അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണമെന്ന്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് ചോദിച്ചത് ഫഹൽ അൻതും ശാക്കിറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരാകുന്നില്ലേ, അല്ലെങ്കിൽ നന്ദി കാണിക്കുന്നവരാണോ എന്ന് അള്ളാഹു ചോദിച്ചത്. എന്ന വാക്യം പ്രത്യേകം ശ്രദ്ധാർഹമാകും. മലകളും പക്ഷികളും തസ്ബീഹ് നടത്തുക, അവയെ കീഴ്പ്പെടുത്തുക മുതലായ സംഗതികൾ കേൾക്കുമ്പോൾ ചിലർക്ക് ആശ്ചര്യം തോന്നും. അല്ലെ, എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുക? അതൊക്കെ ഉള്ളതാണോ? അതൊക്കെ ഇങ്ങനെ കെട്ടുകഥകളാണോ? ചിലർക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. ചിലർ അത് വളച്ചു തിരിച്ചു വ്യാഖ്യാനിക്കും. അതങ്ങനെയാണ്, ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇപ്പോൾ ചില രാജന്മാർ, അല്ലെ, ചില ഇന്നത്തെ മത പുരോഹിതന്മാർ ചില വ്യാഖ്യാനങ്ങൾ ഈ രൂപത്തിൽ ഖുർആനിലെ ഈ ആയത്തൊക്കെ എടുത്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ രൂപത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, മുട്ടയെ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഉറുക്കിനെ ഇങ്ങനെ ഒരു ഏലസ് കൊണ്ട് ഇങ്ങനെ ആക്കാൻ വേണ്ടി പറ്റും, മലകൾ വരെ തസ്ബീഹ് ചെയ്തു. അതുകൊണ്ട് ഇന്ന മലയിൽ ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്ന മരത്തിന്റെ താഴെ കെട്ടിയിട്ടാൽ അതിലൊരു ഊഞ്ഞാലിട്ടാൽ കുഞ്ഞുണ്ടാകും എന്ന രൂപത്തിലൊക്കെ വ്യാഖ്യാനിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ രൂപത്തിൽ നമ്മൾ പോകാൻ വേണ്ടി പാടില്ല. അള്ളാഹു തആല അഅലം. കൂടുതലും ചരിത്രങ്ങൾ ആഴത്തിൽ പഠിക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു ബോറായിട്ട് ഇങ്ങനെ തോന്നിയിട്ടുണ്ടാവും. കുറച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കുന്നതുകൊണ്ട് അവർ ആഴത്തിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ അതിങ്ങനെ വായിക്കുകയല്ലാതെ വേറെ നിർവാഹമില്ല. നമ്മളിങ്ങനെ സ്വന്തമായിട്ട് അതിനെ വിശദീകരിക്കുന്നത് നമ്മൾ ഭയപ്പെടണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അത് മുഫസ്സിരികൾ പോലും പേടിച്ചുകൊണ്ട് ആ ഒരു വിശദീകരണം നൽകിയതായിട്ടാണ് കാണാൻ പറ്റുന്നത്, ആ ഒരു രൂപത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധാപൂർവം കാര്യങ്ങളെ ഗൗരവത്തിൽ കാണുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള ചില വാക്യങ്ങൾ പ്രസ്താവിച്ചതായിട്ട് ദാവൂദ് നബിയിൽ കണ്ട ഈ ഒരു പ്രത്യേകതകൾ കൂടി അടുത്ത വചനങ്ങളിലും പ്രസ്താവിച്ചതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാമെന്ന് മനസ്സിലാക്കുന്നു. ഇതിൽ ഒരു ഭാഷാ പഠനം കൂടിയുണ്ട്. ആ ഒരു ഭാഷാ പഠനം സമയമായില്ലേ, അടുത്ത ക്ലാസ്സിലാക്കിയത് ചെറുതായിട്ടൊന്നും ഇങ്ങനെ പറഞ്ഞു പോകാം. അതായത് ദാവൂദ വ സുലൈമാന യുഹ്മാനി ഫിൽ ഹരിസ് ഇദ് നഫശത ഫീഹി അനമൽ ഖൗം വ കുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ. ഇതിൽ ഏതൊരു പ്രവൃത്തിക്കും പ്രവൃത്തി ചെയ്യുന്ന ആൾ, ഒരു പ്രവൃത്തി ഉണ്ടാകുമ്പോൾ അതിനൊരു ഫാഇൽ ഉണ്ടായിരിക്കും. പ്രവൃത്തി ചെയ്യുന്ന ഒരാൾക്ക് ഒരു ഫാഇൽ ഉണ്ടായിരിക്കും. ഈ ആയത്തിൽ വന്ന നഫശത്ത് എന്ന വാക്കിനർത്ഥം മേഞ്ഞു നടന്നു എന്നാണ്. ഈ പ്രവൃത്തി ചെയ്തത് ആരാണ്? അത് ജനങ്ങളുടെ ആളാണ്. അപ്പൊ അവിടുത്തെ ഫാഇൽ ആരാണ്? അനമുൽ ഖൗം എന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു ഫാഇൽ ഉണ്ടായിരിക്കുമെന്നാണ്. പ്രവൃത്തി ചെയ്യുന്നത് ഫാഇലാകുമ്പോൾ പ്രവൃത്തിയെയും പുല്ലിംഗമാകും. അത് പ്രവൃത്തി ചെയ്യുന്ന ആ ഫാഇൽ പുല്ലിംഗമാകുമ്പോൾ പ്രവൃത്തിയെയും എന്താക്കണം? പുല്ലിംഗമാക്കണം, മുദക്കറാക്കണം. പ്രവൃത്തി ചെയ്യുന്നത് സ്ത്രീലിംഗമാണെങ്കിൽ ആ പ്രവൃത്തിയും എന്താക്കണം? മുഅന്നസ് ആക്കണം എന്നതാണ്. എന്നാൽ ആയത്തിൽ വന്ന അനം എന്ന പദം ജംഉൽ ജിനസ്, ആ ജംഉൽ ജിനസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്നതുകൊണ്ട് അതിനാൽ മുദക്കറായും മുഅന്നസായും പരിഗണിക്കാൻ പറ്റും. ചില ജംഉകൾ അപ്രകാരമാണ് നമ്മൾ പരിഗണിക്കുന്നത്. അറബി ഭാഷയിൽ അതിനെ മുദക്കറായും മുഅന്നസുമായി പരിഗണിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആയത്തിൽ വന്ന അനമുൽ ഖൗം നഫശത്ത് എന്ന വാക്കിന്റെ അർത്ഥം ആ ഒരു മേഞ്ഞു നടന്നു എന്ന പ്രവർത്തനം അത് മുഅന്നസായാണ് പരിഗണിക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു തആല അലം. ഉദാഹരണത്തിന് ജാഅ മുഹമ്മദ്, മുഹമ്മദ് വന്നു, അതൊരു ജാഅ എന്നത് വന്നു, അത് മുദക്കറായ പുല്ലിംഗമായ ഒരു ഫിഅലാണ്. മുഹമ്മദ് പുല്ലിംഗമാണ്. അപ്പോൾ അതിന്റെ പ്രവർത്തനവും ഇസ്മ പുല്ലിംഗമായപ്പോൾ അതിന്റെ പ്രവർത്തനം എന്തായി? പുല്ലിംഗമായി. ജാഅത്ത് ഫാത്തിമത്ത്, അവള് വന്നു. ഫാത്തിമ, അവൾ ജാഅത്ത് എന്ന് പറഞ്ഞാൽ അവള് വന്നു എന്നാണ്. ഫാത്തിമ അവിടെ എന്താ ഉപയോഗിക്കാൻ പറ്റുക? നമുക്ക് ഫാത്തിമത്ത് എന്നാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കാനും ഇങ്ങനെ ഈ വിഷയങ്ങളിലൊക്കെ ആഴത്തിൽ പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതില് ഈ ഏട് ഇറങ്ങിയില്ലേ, അത് കിതാബായിട്ടോ പലകായിട്ടോ അങ്ങനെ ഈ 4 ഗ്രന്ഥങ്ങൾ ഇറങ്ങിയത് ദാവൂദ് നബിക്ക് ഏത് രൂപത്തിലാണെന്നുള്ളത് ഏത് രൂപത്തിലാണ് ഇറങ്ങിയെന്ന് നമ്മൾ പറയാനല്ലോ ഇതിൽ വിശദീകരണത്തിൽ പറഞ്ഞിട്ടില്ല. നമ്മൾ വേണമെങ്കിൽ ഒന്ന് അതിനുണ്ടോ എന്ന് ഇവന് കത്തിയുള്ള മറ്റോ ഒന്ന് നോക്കേണ്ടി വരും. നോക്കിയിട്ടുണ്ടെങ്കിൽ പറയാം. നമ്മൾ തഫ്സീറിൽ നമ്മൾ വിശദീകരിക്കുമ്പോഴേ നമ്മളതായി കൂട്ടരുത് എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ചരിത്രങ്ങൾ നമുക്ക് മുന്നേ നിൽക്കുന്നുണ്ടാവും. അപ്പൊ അത് നമുക്കിതിൽ കൂട്ടാം. അതല്ല മുഫസ്സിരികൾ അത് വിശദീകരിക്കണം. മുഫസ്സിരികൾ എന്ന് പറയുമ്പോൾ ആ രൂപത്തിൽ പഠിക്കുകയും ഇപ്പോൾ പല സ്വഹാബിമാരും താബിഈകളിൽ നിന്ന് താബിഈകളും താബികളിൽ നിന്ന് തബഅത്താബികളിൽ നിന്ന് പഠിച്ച താബിഈകളിൽ നിന്ന് പഠിച്ച മുഫസ്സിരികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് തെളിവെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഖുർആനിലെ ആ
ആശയം മാത്രം, ഒരു വാക്യം മാത്രമാണ് പറയുന്നത്. ലിയഹ്കുമാനി, അവരുടെ ഒരു വിധിയെ നിങ്ങൾ കണ്ടില്ലേ, എത്ര മനോഹരമായാണ് വിധിച്ചത്. അപ്പൊ അതിൽ രണ്ട് കാര്യങ്ങളൊന്നും പഠിപ്പിച്ചു. ഒന്ന്, ഈ വിധിക്കുന്ന വിഷയത്തിൽ ഒരു അറിവുണ്ട്, അതിൻ്റെ പ്രായം എന്നല്ല ഒരു പരിഗണനല്ല. ഏതൊരു വിഷയത്തിലും ഒരു കാര്യം പറയുമ്പോൾ അതിനൊരാൾക്കും പ്രായം അള്ളാഹു അവർക്ക് കൊടുത്ത കഴിവാണ്. പക്ഷെ അതെങ്ങനെയാണ് കൊടുത്തത് അത് വിശദീകരിച്ചിട്ടില്ല. പക്ഷെ അത് വിശദീകരിച്ച് മുഫസ്സിറുകളായ പണ്ഡിതന്മാർ. അത് നമ്മൾ സ്വയമായിട്ട് വിശദീകരിക്കാൻ പാടില്ല. മലകളും പക്ഷികളും അള്ളാഹും തസ്ബീഹ് ചൊല്ലുന്നു എന്ന് പറയും. അതിന് വായുണ്ടോ, മൂക്കുണ്ടോ പറയാൻ, അല്ലേ? അപ്പൊ അതെങ്ങനെ നമ്മൾ പറയാം? ഇത് മുഫസ്സിറുകൾ വിശദീകരിച്ചു. അപ്പൊ അതിലേക്ക് ഇങ്ങനെ ആഴത്തിൽ കടന്നു ചെന്ന് അതിനെ പറഞ്ഞ് നമ്മുടെ മനസ്സിനെ ഖുർആൻ അനാദരിക്കാൻ പാടില്ല എന്നതാണ് പറയുന്നത്. أعوذ بالله من الشيطان الرجيم. وداود سليمان إذ يحكمان في الحديث إذ نفشت فيه علم القوم وكنا لحكمهم شاهدين. وداود وسليمان إذ يحكمان في الحديث إذ نفشت فيه علم القوم وكنا لحكمهم شاهدين. وكنا لحكمهم شاهدين. وداود وسليمان إذ يحكمان إذ يحكمان في الحديث إذ نفشت فيه علم القوم وكنا لحكمهم شاهدين. وداود وسليمان إذ يحكمان في الحديث إذ نفشت فيه علم القوم وكنا لحكمهم شاهدين. وداود وسليمان إذ يحكمان في حديث إذ نفشت فيه علم القوم وكنا لحكمهم شاهدين. ففهمناها سليمان ففهمناها سليمان ففهمناها سليمان ففهمناها سليمان وكلا آتينا حكما وعلما وكلا آتينا حكما وعلما ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال وسخرنا مع داود الجبال وسخرنا مع داود الجبال
داود الجبال يسبحن والطير الجبال يسبح والطير يسبحن وطيرا يسبحن والطير يسبحن والطير يسبحن والطير 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 وكنا فاعلين وكنا فاعلين وسخرنا مع داود الجبال يسبحن والطير وسخرنا سليمان يسبحن والطير എത്രയും പറഞ്ഞില്ല ഒരു പ്രശ്നമില്ല يسبحن والطير يسبحن والطير وكنا فاعلين وكنا فاعلين وكنا فاعلين وكنا فاعلين ففهمناها سليمان وكلا آتينا حكما وعلما وسخرنا مع داود الجبال يسبحن والطير وسخرنا مع داود الجبال يسبحن والطير يسبحن والطير يسبحن والطير وكنا فاعلين وكنا فاعلين وعلمناه صنعة لبوس علمناه صنعة لبوس وعلمناه صنعة لبوس وعلمناه صنعة لبوس وعلمناه صنعة لبوس وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون وعلمناه صنعة لبوس لكم لتحصنكم من بأسكم فهل أنتم شاكرون أوكي فهمتم؟ جزاك الله خيرا. جزاكم الله خير وآخر دعوانا الحمد لله رب العالمين. അല്ലെങ്കിൽ പുല്ലെന്നല്ലോ ഉണ്ട് كلا അല്ലേ وكلا آتينا كلا ആ കൂട്ടി വന്നെങ്കിൽ വക്കുല്ല എന്ന് പറയാം അല്ലേ എവിടെയാണ് പുസ്തകം? وكلا آتينا حكما وعلما وكلا كلا ആ ഇൻഷാ അല്ലാഹ്. നമുക്ക് ഈ അടുത്ത ക്ലാസ് മുതൽ ഈ എടുക്കണ ആയത്തിന്റെ തജ്വീദ് നിയമങ്ങൾ കൂടി പറഞ്ഞു പോകാൻ നോക്കാം. ഇൻഷാ അല്ലാഹ്. പിന്നെ ആദ്യം വന്നിട്ട് കുറച്ച് ഹദീസ് ഉണ്ടല്ലോ അവിടെ എഴുതിക്കഴിഞ്ഞാൽ നമ്മൾക്കത് പഠിക്കാം. അങ്ങനെയാണ് നമ്മൾ എടുക്കൽ സാറിന് ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.